ഹായ് ഗൈസ്, ഐ എം ബാക്ക്. ഞാൻ ട്രൈ നോട്ട് ടു ലാഫ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതും ചുമ്മാ മറ്റേ പച്ചമുളക്, ഇടി, ഉപ്പ് എല്ലാവരും ചെയ്യുന്ന സെയിം മെത്തേഡ് അല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലേക്ക് വന്നത്. ട്രൈ നോട്ട് ടു ചലഞ്ച് വിത്ത് ജോളോ ചിപ്പ്. എങ്ങനെ ഉണ്ടാവും? സെറ്റല്ലേ? അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒന്നും കൂടി ഉണ്ടല്ലോ, 4 ജോളോ ചിപ്പ് വെച്ചിട്ടാണ് ഗൈസ് ഇന്ന് ട്രൈ നോട്ട് ടു ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഊറിച്ചാകും. സത്യം പറഞ്ഞ ഗൈസ്, ഈ ഒരു സാധനം പണ്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇത് തിന്ന് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഒന്നിന് 400 സംതിങ് ഉറുപ്പ്യാണ്. 400 സംതിങ് ഉറുപ്പ്യം കൊടുത്തിട്ട് ഒരൊറ്റ ചിപ്പ് എന്തിന് മായച്ച്? ആ പൈസക്ക് 5 ഉറുപ്പ്യന്റെ ലേസ് വെച്ച് മായ്ക്കുന്നതാണ് എത്രയാണ് തിന്നാൻ പറ്റും. ആ ഒരു മടിയിൽ ഞാൻ ഇത് അന്ന് മായച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കൊണ്ട് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ എന്തേലും പൊട്ടത്തരം കണ്ടാൽ തന്നെ എനിക്ക് ചിരി വരൂ. ചിരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ ഇതിന് തരുള്ളൂ. വെറുതെ ഇത് എരിയാണ്ട് എരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുന്നില്ല ഗൈസ്. അഥവാ എനിക്ക് എരിഞ്ഞിട്ടുണ്ട്, എനിക്ക് എരിയത്തൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എരിവൊക്കെ സഹിക്കാനുള്ള ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ആകെ ഈ ഒരു കുപ്പി വെള്ളം മാത്രം ഇവിടെ പ്രതീക്ഷിച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് നമ്മളെ വീഡിയോസ് നോക്കാം. 100 kg ബെഞ്ച് ഹോൾഡ്, ബെഞ്ച് പ്രസ് ഹോൾഡോ, അതേത് വർക്കൗട്ട്? ട്രൈ ഔട്ട് ടു ചലഞ്ചിന്റെ ചിരിക്കാനുള്ള വീഡിയോസ് ആണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കുക. എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന വീഡിയോ അല്ലേ വേണ്ടത്. എനിക്ക് ചിരി വരണം, ചിരി. 100K ഒരു ബ്രഷ് കൊടുത്ത് കക്കൂസി കയറ്റി ക്ലോസറ്റ് കഴുകാൻ പറയും എന്നോട്. പിന്നെ എന്ത് പറയാൻ, 100K ബെഞ്ച് ഹോൾഡ് പോലും. എന്നിട്ട് അത് താവുന്നില്ല, പൊന്തുന്നില്ല, അതിന്റെ ഇടക്ക് വെച്ചിട്ട് എന്ത് മാസിൽ വരും എന്നാണ്. എന്റെ മറ്റേ വീടാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇത് കുറച്ച് വൈറ്റ് കളറൊക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, പേടിക്കണ്ട, എല്ലാം സെറ്റ് ആവും. ആ ചിരിക്കാന്നുള്ള ഇതിൽ വീഡിയോ നോക്കിയിട്ട് ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കുന്നു. ചിരി വരൂല കേട്ടാ. പിന്നെ എനക്ക് അറിയാലോ നിങ്ങൾക്ക്. ഇങ്ങനെ ഒന്നും ചിരിച്ചാൽ കൂട്ടത്തില്ല കേട്ടാ. ഇങ്ങനൊന്നും ചിരിച്ചാൽ കൂട്ടുക. പല്ല് കാണുന്ന രീതിയിൽ ഇങ്ങനെ ചിരിക്കണം, എന്നാലേ ഞാൻ ഈ സാധനം തിന്നുള്ളൂ. അവിടെ ഫുള്ള് തൂറാൻ സംഭവിച്ചിട്ടില്ല. ഞാൻ വർത്താനം പറയുമ്പോൾ ഉള്ള ചിരിക്കുന്ന നോക്കണം. കാരണം എനിക്ക് ചിരിക്കാണ്ട് വർത്താനം പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്റെ പകുതി തീട്ട അവിടെ കുടുങ്ങിപ്പോയിക്ക്. എന്നിട്ടാ ഓടുന്നത് തീട്ട വെച്ചിട്ട്. ഒരൊക്കെ കക്കൂസ് ഇല്ലാത്ത ആരോ കക്കൂസ് ഇല്ലാണ്ട് എവിടെയല്ലോ വന്ന് സമാധാനത്തിൽ തൂറാനും കയ്യിൽ ആരോ വന്ന് പേടിപ്പിച്ചു അതിന്റെ ഇടയ്ക്ക്. അതും വെച്ചവനെ ഓടി. വി ഡോണ്ട് ടോക്ക് എനിമോർ ലൈക്ക് വി യൂസ് ടു. ഇത് 4 ആൾക്കാർ പാടുന്നതായിരിക്കും. Okay. We don't talk anymore. We don't talk anymore. We don't talk anymore. You don't talk anymore. തിന്നാം, ഓക്കെ, തിന്നാം. ഇത് ഫുള്ള് കണ്ടിട്ട് തിന്നാം. എന്ത് ചെയ്യാനാ, ചലഞ്ചല്ലേ ഏറ്റെടുത്ത് പോയില്ലേ. ഇതിന്റെ ബാക്കിലെല്ലാം എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്നാ നിങ്ങൾക്ക് അല്ല അറിയാ. റിപ്പർ ഈസ് വെയിറ്റിംഗ്, എനി ലാസ്റ്റ് വേർഡ്സ്. എരിഞ്ഞു തൂറു, വായിന്ന് പുക പോകും, മയ്യത്താവും, RIP എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. സോ എന്താ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയണം ഗൈസ്. ഗൈസ് ഇത് തിന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുക, എരിയുണ്ട് കേട്ടാ. അല്ലേ, ഞാൻ ജസ്റ്റ് കവറ് നക്കിയിട്ടേ ഉള്ളൂ. പടച്ചറബുലാലമീ തമ്പുരാനെ, ഞാനെന്തിനീ എടാ. ഫസ്റ്റ് ചിക്കൻ മൊത്തം നമ്മണം. ഇരുണ്ട് കേട്ടോ, ഇരുണ്ട് ഗൈസ്. അത് കേറി കൂടിക്കഴിഞ്ഞാല് എക്കിടും. അയ്യോ,
മയക്കണ്ട, ആരും മയക്കണ്ട. എരുവുണ്ട്. ആയിക്കോട്ടെ. ഒന്ന് തിന്നിട്ടാണ് എൻ്റെ ഉപ്പാടിളകി. ഇത് ബാക്കി 3 ചലഞ്ച് പറ്റത്തില്ല എന്നെ കൊണ്ട്. 15 minutes later. ഹലോ ഗൈസ്, ഇപ്പോ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് എൻ്റെ എരിവ് പോയിട്ടില്ല. നല്ല രീതിക്ക് എരിവുണ്ട് ഗൈസ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗൈസ്. ഇത്രക്ക് എരിവുണ്ടായിരുന്നു. നല്ല രീതിക്ക് എരിവുണ്ട്. മൂലം പോകുന്നുണ്ട് ഗൈസ്. പക്ഷെ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കൂടി റിയാക്ട് ചെയ്യാം. 1 day in mental hospital. ചിരിക്കരുത്, ചിരിക്കരുത്. എനിക്ക് ചിരിക്കുന്ന പരിപാടിയില്ല. ഓക്കെ, മഴ പെയ്യാക്ക. മഴക്കാറ് മൂടിക്കുന്നുണ്ട്. പെയ്യോ? പെയ്യും. പെയ്താ ആകെ ബുദ്ധിമുട്ടാവല്ലോ. ബുദ്ധിമുട്ടാവും. നമ്മളെ അല്ല, ഞാൻ കൊറേ തേങ്ങ കൊണക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പൊ അത് ആകെ നനഞ്ഞുപോലെ. പെയ്യാൻ ചാൻസ് ഇല്ല. പെയ്യാൻ ചാൻസ് ഇല്ല. ഒന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മഴക്കാറൊക്കെ മൂടിക്കുന്നുണ്ട്. അപ്പൊ പെയ്യൂടായില്ല. പെയ്താ ആകെ ബുദ്ധിമുട്ടാവും നമുക്ക്. ബുദ്ധിമുട്ടാവും. അത് നമ്മളെ കൊപ്പറൊക്കെ കൊപ്പറാണ്. അപ്പൊ അങ്ങനെ പെയ്യാതിരിക്കാനല്ലേ ഇല്ലത് പെയ്യാതെക്കുക. അല്ലെങ്കിൽ കൊപ്പറാനില്ല. അല്ല, ഇത് സത്യത്തിൽ പെയ്യോ ഇല്ല. അപ്പൊ നമ്മളെ കൊപ്പറ നനയോ? കൊപ്പറ നനയും. പെയ്ത കൊപ്പറ നനയും. അതല്ലേ, അപ്പൊ പെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. പെയ്യാൻ ചാൻസ് ഇല്ല. ഒന്നിനും നിങ്ങൾ പെയ്യോ അല്ലെങ്കിൽ പെയ്യില്ല പറയൊന്ന് പറയും. എന്താ പറഞ്ഞത്? ചിലപ്പോ പെയ്യും. നമ്മളെ കൊപ്പറ നനയിലേക്ക് തോന്നില്ലേ? 5 തേങ്ങ മൂട്ടിലെ കൊപ്പറ. ഞാൻ അത് മഴ പെയ്യണോ പെയ്യാത്തോ നോക്കിക്കണേ. ഞാൻ എന്താ എനിക്ക് അതിന്റെ പണിയാ? ഗൈസ്, ഞാൻ 2 കൽപ്പിച്ചിട്ട് അടുത്ത ചിപ്സും കൂടി എടുത്തിരിക്കുകയാണ് ഗൈസ്. ഒന്നും നോക്കുന്നില്ല, എല്ലാം മുളകുണ്ട് ഗൈസ്. പൊളിച്ചിട്ടുണ്ട്. ഒന്ന് തിന്നിട്ട് എൻ്റെ ഉപ്പാട് ഇളകിയത്. പക്ഷെങ്കിൽ ഞാൻ തോറ്റ് തുന്നം പാടുന്ന ഒരുത്തനല്ല ഗൈസ്. മോനെ മുളക് ലേസിന്റെ കവർ പഠിക്കുന്നല്ല പഠിക്കുന്നത്. ഗൈസ്, ഒന്ന് തിന്നിട്ട് നമ്മളെ ബോഡി എൻ്റെ ചുണ്ട് വായൊക്കെ ഇതൊക്കെ ഒന്ന് അഡാപ്റ്റ് ആവും ആ എരിവ്. അപ്പൊ പിന്നെ അത്ര എരിവ് തോന്നൂല. ഫസ്റ്റത്തെ അത് തിന്നേരോ ഉപ്പാടളകിക്കട്ടെ. 1 മിനിറ്റ് എൻ്റെ ടാങ്ക് എണ്ണൊക്കെ കയറാൻ തുടങ്ങി. പിന്നെ ആയിക്കോട്ടെ, പറ്റത്തില്ല. അവള് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് ഒന്നും ആരും ഏറ്റെടുക്കരുത്. ഭാഗ്യം ഞാൻ 4 വായിച്ച. ഞാനൊരു 6 വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് ഉപ്പാട് ആളുകായിരുന്നു. 2 തിന്ന് ഗൈസ്. അയ്യോ, ഇത് 2 കൂടി എൻ്റെ ബാക്കിയുണ്ട്. ഇതിന്റെ പാർട്ട് 2 ഇത് തിന്ന. കോഴിക്കോടിന്റെ മണ്ണും വിണ്ണും കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി 5 രാപ്പകലുകൾ ഇനി 5 രാപ്പകലുകൾ കാറ്റിന്റെ കുളിർമയിൽ കലയുടെ വർണ്ണനിലാവ് പെയ്തിറങ്ങും. ഫസ്റ്റ് പറഞ്ഞ ഓൾ എന്നാലും ചെറുങ്ങനെ തെറ്റിക്കുള്ളൂ. മറ്റോളും മൊത്തത്തിൽ തെറ്റിച്ച്. ഞാൻ പറയരുതേ, ചലഞ്ച് മതി. ഇനി പറ്റത്തില്ല എന്നെ കൊണ്ട്. കുണ്ടി പോച്ചലെടുക്കുന്നതാണ് പേടി. തൂറിക്കഴിഞ്ഞാല് ഈ ഡ്രോപ്പിൽ 20K വെയിറ്റ് ഓൺ ഈസ്. അയ്യോ, ഓൾറെഡി ആ വെയിറ്റിന്റെ ബെഞ്ചിന്റെ അടക്കം എന്റെ ചുന്നാപ്പി ഇറങ്ങിപ്പോയി ഗൈസ്. എന്റെ വേദന എന്തുകൊണ്ട് അത്ര വലിയ വെയിറ്റ് മൊത്തം ചുന്നാപ്പി ബെഞ്ചിന്റെ ചടങ്ങിപ്പോയി. എന്റെ ഇടക്കോ വീണ് ഉരുളുന്നതിന്റെ ഇടക്കോ എന്നെ മോന്ത അടിച്ചു പോയി. ഒന്നും പറയാൻ പറ്റുന്നില്ല മര്യാദക്ക്. എന്റെ തൊണ്ടയെ വായൊക്കെ പുകയുന്നുണ്ട്. ഇതെന്താ ഇത്? എന്തോ ഓന്തിനെങ്ങാനും പിടിച്ച
അത് കടിക്കോ അതിനെ അടിക്ക വെറുതെ അല്ല ഗൈസ് ഇതിന്റെ മേത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് ചാഗു RIP എന്നൊക്കെ പറയുന്നു. വെറുതെ അല്ല, ഇപ്പൊ മനസ്സിലായി. ഓന്തിനടിക്കാൻ പറഞ്ഞ തലമണ്ട കൂക്കിട്ട് കൊടുത്ത് ആന ഇയാളെ പിടിച്ചിട്ട് അടിക്കുന്നു തോന്നുന്നുണ്ട് ആന. നന്നായി നിങ്ങൾ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ആന ഒന്നും ചെയ്തിട്ടില്ല. ആനന്റെ മുന്നിൽ കൂടെ പോയിട്ട് വീട് ഇരുവൊക്കെ ഒന്ന് താണിട്ട് കുറച്ച് ആശ്വാസം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ബാഡ്മിന്റല് പുറത്തോനെടുത്തു ഒറ്റക്ക. ഓ ഉണ്ടല്ലേ. ഓക്കെ അടിക്കൂടെ അന്നെ കൊണ്ട് ചിരി പിടിച്ചേക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഇങ്ങനത്തെല്ലാം കണ്ട ചിരി വരും സത്യമായിട്ട്. അന്നെ കൊണ്ട് ചിരി പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാനിത് 4 തിന്ന ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു ഗൈസ്. പക്ഷെ എനിക്ക് 2 തിന്നേരം എന്റെ ഊപ്പാട് ഇളകി. എനിക്ക് എന്റെ പൂതി മാറി. സോ ഇത് 2 കൂടി ഉണ്ട് ഗൈസ്. ഇന്ന് ഞാൻ ഇതിന് തിന്നുന്നില്ല. ഇതിന്റെ പാർട്ട് 2 ചലഞ്ച് വേണമെങ്കിൽ ഞാൻ ഇത് മാറ്റി വെക്കാം. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് തിന്ന ഗൈസ്. ഞാൻ ചത്തിട്ടില്ല, ജീവനോട് ഉള്ളത് കൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. കുറച്ച് എരിവ് സഹിച്ചെന്നേ ഉള്ളൂ. ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.